ഹലോ! ഇന്ന് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ ലൈൻ എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. കുഞ്ഞു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. എനിവേ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കട്ടെ. ഞാൻ ആദ്യം ഒരു പിങ്ക് കളർ ത്രെഡ് നോട്ട്സ് ഫ്ലവർ ആക്കിയിട്ട് ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ഇപ്പോഴത്തെ സൈഡിൽ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് 2 ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിൽ 2 പാരലൽ ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് പേൾ കോട്ടൻ്റെ ഒലീവ് ഗ്രീൻ ത്രെഡാണ്. അത് ഡബിൾ സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് 2 ലൈനിലും ഡബിൾ സ്ട്രാൻഡ്സ് പേൾ കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോ പർപ്പസിനായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീളത്തിലുള്ളൊരു ക്ലോത്തിൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇത് വെച്ചിട്ടൊരു ബുക്ക് മാർക്ക് ചെയ്യാനും കൂടെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഈ ഒരു 2 എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ബുക്ക് മാർക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ ഡിസൈൻ സ്ലീവിലും നെക്കിലും സ്ലിറ്റിലും പിന്നെ നെക്കിൽ തന്നെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് ആ രീതിക്കൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാരലൽ ലൈൻ ചെയ്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് വെച്ച്. ദെൻ സിംഗിൾ സ്ട്രാൻഡ്സിൽ സെയിം ത്രെഡ് എടുത്തിട്ട് ലേസി ഡേസി ലീഫ് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ആദ്യത്തെ ലൈനിൽ നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിൽ ലീഫ് തുന്നുകയാണ്. ഇങ്ങനെ ഒരേ സൈഡിലല്ല, ഇങ്ങനെ വിട്ട് ഇപ്പം ഞാൻ തുന്നുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം ഒരു ലീഫ് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട്, എന്നിട്ട് 2 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ലീഫ്. അങ്ങനെ ഈ ഒരു ലൈനിൽ ഫോർവേഡ് ഡയറക്ഷനിൽ ലീഫ് തുന്നുമ്പോൾ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ലീഫ് തുന്നുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അതൊരു തിക്കായിട്ടുള്ളൊരു ഡിസൈനായിട്ട് ഓൾ ടുഗദർ നമുക്ക് വരിക. അപ്പോൾ ലേസി ഡേസി റണ്ണിങ് സ്റ്റിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് എംബ്രോയിഡറി ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റിച്ചസ് അറിയണമെന്നില്ല കേട്ടോ. നമുക്ക് അറിയാവുന്ന ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഒരുപാട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് ബാക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 ലൈനിലും ലീഫ് തുന്നിയിട്ട് ഫ്രഞ്ച് നോട്ടാണ് ഈ ഒരു മുട്ട് പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞി ഫ്ലവർ പോലെ തുന്നണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഡബിൾ സ്ട്രാൻഡ്സിൽ യെല്ലോ കളർ പേൾ കോട്ടൻ്റെ ത്രെഡ് എടുത്തിട്ട് ഒറ്റ ട്വിസ്റ്റിൻ്റെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഡബിൾ സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിന് ആവശ്യത്തിനുള്ള വലുപ്പം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലൈൻ ചെയ്താൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ സ്ലിറ്റിൻ്റെ ആ അരികിൽ വളരെ സ്ലീക്കായിട്ട് ഈ ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പേൾ കോട്ടൻ്റെ ത്രെഡല്ല, എന്താണ് നമ്മുടെ കോട്ടൺ ത്രെഡാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 3 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ വളരെ മിനിമലായിട്ട് സ്ട്രാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി കൂടുതൽ കിട്ടുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.